തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കൂട്ടിക്കിഴിക്കലുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ മുന്നണികൾക്കിടയിലും നടക്കുന്നു വളരെ ആകുലതയോടെ എന്നുള്ളതാണ് സത്യം. കാരണം BJP താമര വിരിയിക്കുമോ തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. ആര് വിജയിക്കും എന്ന് വ്യക്തമായി പറയാനാകാത്ത സ്ഥിതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വലിയ വോട്ടിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായ സ്ഥലം. ഏകദേശം 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, പാറശാല, കഴക്കൂട്ടം, നെയ്യാറ്റിൻകര, നേമം എന്നിവയാണവ. ഇവിടങ്ങളിലെല്ലാം തന്നെ ഏകദേശം 6% മുതൽ 8% വരെയാണ്, അല്ലെങ്കിൽ 7% വരെയാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് ശതമാനത്തിൽ വന്ന കുറവ് എന്ന് പറയുന്നത്. അത് ആരെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ പൊതുവായി കുറവ് വന്നാൽ അത് ഇടതുപക്ഷത്തെ സഹായിക്കുമെന്നും, വോട്ടിംഗ് ശതമാനം വളരെ ഉയർന്നാൽ അത് സ്വാഭാവികമായും UDF-ന്, കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നുള്ളതായിരുന്നു പണ്ടേ നമ്മുടെ ഒരു വിശ്വാസം. എന്നാൽ 1980-കൾക്ക് ശേഷം നടന്ന മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഇത് മാറിയും മറിഞ്ഞും സംഭവിച്ചു എന്നുള്ളതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വോട്ടർ ടേൺ ഔട്ട് അഥവാ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ അത് കോൺഗ്രസിനെ ബാധിക്കണമെന്ന് നിർബന്ധമില്ല, ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യണമെന്നും നിർബന്ധമില്ല. പ്രത്യേകിച്ച് വ്യക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ വിലയിരുത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടായ വോട്ടിംഗ് ശതമാനം ആരെയാണ് ബാധിക്കുക എന്ന് പറയുക ഇത്തരുണത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. കാരണം അവിടത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പകുതിയോട് കൂടി തന്നെ പന്നിയൻ രവീന്ദ്രൻ എന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി 3ാമത് സ്ഥാനത്തേക്ക് പോകുമെന്നും, രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ശശി തരൂരും തമ്മിലായിരിക്കും വലിയ മത്സരം ഉണ്ടാവുക എന്നുള്ള തരത്തിലും ആണ് മിക്ക റിപ്പോർട്ടുകളും പുറത്തു വന്നത്. ഏതാണ്ട് ശശി തരൂർ ജയിക്കാനുള്ള സാധ്യതയാണ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു കേട്ടെങ്കിലും ഒടുവിൽ അവസാനം രാജീവ് ചന്ദ്രശേഖർ കളം നിറഞ്ഞ് കളിക്കുകയും അതായത് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വോട്ടുകളെല്ലാം തന്നെ പോക്കറ്റിലാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ടെക്നോ പാർക്കിലുള്ള അല്ലെങ്കിൽ ടെക്നോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം, എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ വലിയ ബിസിനസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം, അപ്പർ കാസ്റ്റ്, ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമൂഹത്തിലെ വരേണ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇടയിലെല്ലാം വളരെ പെട്ടെന്ന് യുവാക്കളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിലും ഒക്കെ ഉള്ള വോട്ടിങ്ങിലേക്ക് കടന്നു കയറുവാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് ആയി നമ്മൾ കരുതുന്നത്. അതേസമയം തന്നെ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തിന്റെ MP ആയിരിക്കുന്ന അദ്ദേഹത്തിന് ബാഴ്സലോണയുടെ ഇരട്ട നഗരമോ അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ മിക്ക പ്രോമിസുകളും അല്ലെങ്കിൽ വാഗ്ദാനങ്ങളും അതുപോലെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന സർക്കാരായിരുന്നില്ല ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. ഞാൻ പറഞ്ഞ ആദ്യത്തെ 5 വർഷം അദ്ദേഹത്തിന് മന്ത്രിയായിരുന്നെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് കണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നില്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ മിക്ക നേട്ടങ്ങളും തീർച്ചയായിട്ടും BJP സർക്കാരിന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടായതാണെന്നും അതിന്റെ ഒന്നും അവകാശങ്ങൾ തീർച്ചയായിട്ടും ശശി തരൂരിന് ക്രെഡിറ്റായി എടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ ക്യാമ്പയിൻ രാജീവ് ചന്ദ്രശേഖർ നടത്തുകയും ചെയ്തു. രാജീവ് ചന്ദ്രശേഖർ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് വളരെ വലിയ അക്സെപ്റ്റൻസ് അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ശരി. അപ്പം ഇപ്പോഴുള്ള വോട്ടിംഗ് ശതമാനം പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം സംഭവിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുറവ് എവിടെയൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടി വരും. തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് പ്രദേശങ്ങളിലാണ് ഏറ്റവും കുറവ് ശതമാനം ഈ വോട്ടർ ടേൺ ഔട്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനവും ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനവും പരിശോധിച്ചാൽ ഏറ്റവും കുറവ് വോട്ടർ ടേൺ ഔട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ചെയ്തതിനേക്കാൾ കുറവ് മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി കുറവ് വന്നിട്ടുള്ളത് വട്ടിയൂർക്കാവും അതുപോലെ തന്നെ തിരുവനന്തപുരവും ഒക്കെയാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതിനോട് എന്ന് പറഞ്ഞാൽ 3.48% മാത്രമേ ഇടിവ് വന്നിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേ സമയം തന്നെ മറ്റു പല പ്രദേശങ്ങളിൽ, ഉദാഹരണത്തിന് കോവളം എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ പാറശാല എടുത്തു നോക്കിയാൽ, നെയ്യാറ്റിൻകര എടുത്തു നോക്കിയാൽ ഇവിടെയൊക്കെ ഇടിവ് വന്നിട്ടുള്ളത് 5% മുകളിലാണ്. എന്നാൽ നിയമവും ഒക്കെ വരുമ്പോഴേക്കും അത് 7% മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം ആകുലത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിയമത്തെ 7% വോട്ടിംഗ് ഇടിവ് ഉണ്ടാക്കുന്നു എന്നുള്ളത്. അപ്പൊ പല കാരണങ്ങൾ പറയപ്പെടുന്നു. ചൂടൊരു കാരണമായി പലരും പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് വടകരയിൽ ഈ ചൂടൊന്നും കാര്യമല്ലേ എന്നുള്ളതാണ്. കാരണം വടകരയിൽ ഈ ചൂടിന്റെ ഒക്കെ നടുവിൽ അവിടുത്തെ വോട്ടിംഗ് ശതമാനം ഉയർന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട്
ചൂട് എന്നതിനേക്കാൾ മറ്റ് ചില ഘടകങ്ങൾ പ്രധാനമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു ആന്റി ഇൻകംബൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പ്രകടമാകാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടുത്തെ MP-മാർ, സിറ്റിംഗ് MP എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ MP ആണ്. അപ്പൊ ഭരണവികാരം, വിരുദ്ധ വികാരം എന്ന് പറയുന്നത് കോൺഗ്രസിനെതിരെ ആയിരിക്കും വരിക എന്നുള്ളതാണ്. ഇനി മറിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ആന്റി ഇൻകംബൻസി ഭരിക്കുന്ന സർക്കാരിനെതിരെ മുഴുവൻ പഠനങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ കാലാകാലങ്ങളായി UDF-നും LDF-നും ഉള്ള ഒരു ബൈപോളർ പൊളിറ്റിക്സിനോടുള്ള ആ തരത്തിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശപൂർവ്വം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഘടകമില്ലായിരുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത് BJP-യുടെ അണികളെല്ലാം തന്നെ തങ്ങളുടെ വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അർബൻ മണ്ഡലമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ സ്ത്രീകളുടെ വോട്ടിംഗ് ശതമാനത്തിലൊക്കെ അത്ര വലിയ കുറവല്ല വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഈ ഏജ് വൈസ് ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയും പ്രായമുള്ളവരാണ് കൂടുതലും വോട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ ഒരു ഘടകമായി നമ്മൾ വിലയിരുത്താനുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്, അല്ല ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഈ പ്രായമായവർ ചെറുപ്പക്കാരായിട്ടുള്ള പലരും വോട്ട് ചെയ്യാൻ വേണ്ടി അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം പലരും പല സ്ഥലങ്ങളിലായി ജോലിക്കും മറ്റുമൊക്കെ പോയിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെ ഒന്ന് ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുവാനുള്ള അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകങ്ങളൊന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതൊരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് വോട്ടിങ്ങിന്റെ നീണ്ട നിര തിരുവനന്തപുരം മണ്ഡലത്തിൽ പലയിടത്തും പ്രകടമായിരുന്നു. തിരുവനന്തപുരം അല്ല, കേരളം ഒട്ടാകെ പ്രകടമായിരുന്നു. ഇതും കുറെ പേരെയൊക്കെ ക്യൂവിൽ നിന്ന് വോട്ട് ചെയ്യണമല്ലോ, ഒരുപാട് നേരം നിൽക്കണമല്ലോ എന്നുള്ള തരത്തിൽ അതും ബാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യുമോ, കോൺഗ്രസിന് പ്രത്യേകിച്ച് ദോഷം ചെയ്യുമോ എന്ന് ഇത്തരുണത്തിൽ പറയുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, തീരദേശ മേഖലകളിലൊക്കെ ശക്തമായ പോളിംഗ് നടന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ 5%, 8%, 9% ഒക്കെ 5%, 6% ഒക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും 5% പലയിടത്തും വ്യത്യാസം വന്നിട്ടുള്ളത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവാണ് ഒരല്പം വ്യത്യാസപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ വളരെ കുറവ് വന്നിട്ടുള്ളത് നിയമമാണ് എന്നുള്ളതാണ്. അപ്പൊ ആ കുറവ് എന്ന് നമ്മൾ കമ്പയർ നോക്കുകയാണെങ്കിൽ തീരദേശ മേഖലകളിൽ അത് ചില കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ പ്രത്യേകിച്ചും വോട്ടിംഗ് ശതമാനം അത്ര കുറഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റികളുടെ ഇടയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ ഇടയിലും അത്ര വലിയൊരു കുറവ് വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് രാവിലെ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പല മാധ്യമങ്ങളിലും നമ്മൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലും ഒക്കെ കണ്ട നീണ്ട ക്യൂ. അപ്പൊ അവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ചില കമ്മ്യൂണിറ്റികൾപ്പെട്ടവർ ബ്ലോക്കായി വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസമാണ്. കാരണം ശശി തരൂർ പ്രതീക്ഷിക്കുന്നത് തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ വോട്ടുകളും നാടാർ വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും എല്ലാം തന്നെ കോൺഗ്രസിനെ അനുകൂലിക്കും ഇത്തവണ എന്നുള്ള അടിയുറച്ച വിശ്വാസത്തിലാണ് ശശി തരൂർ. പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വലിയ വെല്ലുവിളി ഈ മേഖലയിൽ ഷൈൻ എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ്, നേരത്തെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാവായിരുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളതാണ്. ആ വോട്ടുകൾ തീർച്ചയായിട്ടും ഷൈൻ നേടുന്ന വോട്ടുകൾ കോൺഗ്രസിന്റെ തന്നെ വോട്ടുകളായിരിക്കും തീരദേശ മേഖലയിൽ നിന്നുള്ളതാണ് ഉള്ളത് എന്നുള്ളത് ശശി തരൂരിനെ വളരെയധികം അസ്വസ്ഥനാക്കുന്നു എന്നുള്ളതാണ്. ഷൈൻ ഒരു 10-20,000 അല്ലെങ്കിൽ ഒരു 15,000 ആ വോട്ടിന് അധികം പിടിച്ചാൽ തീർച്ചയായിട്ടും അത് ശശി തരൂരിന് വലിയ ഒരു ഭീഷണിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എങ്കിലും തീരദേശത്ത് നടന്ന കനത്ത പോളിംഗും അതുപോലെ തന്നെ തീരദേശത്തുണ്ടായിരുന്ന സ്ത്രീകളുടെയും ചില പ്രത്യേക വിഭാഗങ്ങളിലുള്ളവരുടെയും ഒരുമിച്ചുള്ള വരവും ആ വോട്ടിങ്ങും ഒക്കെ തീർച്ചയായിട്ടും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത് തീർച്ചയായിട്ടും യുവാക്കളുടെ വോട്ടും ഇതര വിഭാഗങ്ങളുടെ വോട്ടും തങ്ങളോടൊപ്പം നിലനിൽക്കും എന്ന് തന്നെയാണ്. മാത്രമല്ല ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പെട്ടിയിലാക്കുന്ന വോട്ടുകൾ കോൺഗ്രസിന്റെ വോട്ടുകളായിരിക്കും. അതുകൊണ്ട് തങ്ങളെ ഇതൊന്നും ബാധിക്കില്ല എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഉറച്ചു വിശ്വസിക്കുന്നത്. ജയിച്ചാൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള ഒരു വലിയ പ്രചരണം തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖറിന് വളരെ വലിയ ഗുണം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യത്തിലും സംശയമൊന്നും വേണ്ട. എന്നാൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ധാരാളം വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നു. സ്വന്തം പാർട്ടിയെ തന്നെ ഒരു എണ്ണയിറ്റ യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ബാലരാമപുരത്തെ പല പ്രദേശങ്ങളിലും മാധ്യമങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ചിലയിടത്തെങ്കിലും അദ്ദേഹത്തിന് പ്രചരണ രംഗത്ത് പോലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചില
എതിരഭിപ്രായങ്ങൾ ഉണ്ടായി വന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെയധികം ക്ഷീണം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലും തിരുവനന്തപുരത്ത് നിന്നൊരു അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊരു സീറ്റ് നേടിയെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ നിന്നൊരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിക ആകെ മാറി മറിക്കുവാൻ അതിന് കഴിയും. മാത്രമല്ല ബി ജെ പി ആ മണ്ഡലം കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്നതിനും വരുന്ന തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാർ വലിയ വാഗ്ദാനങ്ങളും വലിയ തരത്തിലുള്ള പുരോഗതിയും ആ മണ്ഡലത്തിന് വേണ്ടി പരിശ്രമിക്കുകയും തീർച്ചയായിട്ടും അത് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു വിശ്വാസമൊക്കെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ സർവ്വ അടവും പയറ്റിയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തീരദേശ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് വിദേശ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ചില കമ്മ്യൂണിറ്റികൾക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ FCRI എന്ന് പറയുന്ന വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ലൈസൻസ് ആണ്. അപ്പൊ ആ രജിസ്ട്രേഷൻ എടുത്തു കളഞ്ഞതും അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും ഇതൊക്കെ ഒരുപക്ഷെ തീരദേശ മേഖലയിലെ ക്രിസ്ത്യൻ പള്ളികളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചകൾ ഉണ്ടാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിയെ ബാധിക്കുവാനുള്ള സാധ്യതയും വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ബി ജെ പിക്ക് ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരിക്കെ കോൺഗ്രസിന് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിരിക്കെ ഇത് രണ്ടും ഒരറ്റത്ത് മൈനോറിറ്റി വോട്ടുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പിക്ക് എതിരായി കോൺഗ്രസിലേക്ക് പോകുന്നു. അതേസമയം തീരദേശ മേഖലകളിലുള്ള കോൺഗ്രസ് വോട്ടുകൾ കോൺഗ്രസിന് എൻ ബ്ലോക്കായി കിട്ടുന്നു. അതേസമയം തന്നെ മുൻപ് ലഭിച്ചുകൊണ്ടിരുന്ന പല വോട്ടുകളും കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്ന് നഷ്ടമാകുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് നഷ്ടമായതിനേക്കാൾ നേടാനാണ് വോട്ടുകൾ ഉള്ളത് എന്നുള്ളതാണ്. എങ്കിലും ശശി തരൂർ ഉയർത്തിയ വലിയ ഭൂരിപക്ഷത്തെ മറികടക്കുവാൻ രാജീവ് ചന്ദ്രശേഖരനാകുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. എന്തായാലും ജൂൺ 4 വരെ നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കാരണം ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടത്തിൽ എന്തായാലും ത്രികോണ മത്സരത്തിന്റെ ചൂട് അവസാനം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ഏതാണ്ട് ഇടതുപക്ഷത്തെ 3ാം സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വലിയ മത്സരം, ഏതാണ്ട് ശക്തമായ ഫൈറ്റ് അവസാന ഘട്ടത്തിൽ നടന്നത് ചന്ദ്രശേഖറും ശശി തരൂരും തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കാത്തിരിക്കേണ്ടി വരും. ഫലങ്ങൾ എന്തായാലും തെരഞ്ഞെടുപ്പ് ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പോൾ അത് പ്രവചിക്കുക അസാധ്യമാണ്. എങ്കിലും തീരദേശത്തുണ്ടായ വലിയ പോളിംഗ് ശശി തരൂരിന് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് തന്നെയാണ് ബി ജെ പിയുടെ നെഞ്ചിടിപ്പേറ്റുന്ന ഘടകവും. എന്തായാലും ഷൈൻലാൽ വോട്ടുകൾ നേടുക എത്രത്തോളമാണ് എന്നത് ബി ജെ പി ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഷൈൻലാൽ കൂടുതൽ വോട്ടുകൾ നേടിയാൽ അത് ഗുണം ചെയ്യുക ബി ജെ പിക്കായിരിക്കും എന്നുള്ളത് കൊണ്ട് ഷൈൻലാൽ നേടുന്ന വോട്ടുകളും തീരദേശ വോട്ടുകളും തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഷൈൻലാൽ വോട്ടുകൾ കൂടുതൽ നേടുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലവും തീരദേശത്ത് വലിയ പോളിംഗ് നടന്നു എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലവുമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ജൂൺ 4 വരെ.